എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വന്നു. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വന്നു. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 3 to 4 വീക്സ് എടുക്കുമെന്ന്. ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 10 ദിവസമാണ്. മെയ് മാസം 13-നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് മെയ് മാസം 19-ാം തീയതിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചതിലും നേരത്തെ തന്നെ 10 ദിവസം, ഒരാഴ്ച ഏതാണ്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. ഹൗ ടു അപ്ലൈ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ 3 to 4 വീക്സ് ആണ് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വരാനെടുക്കുക. ബട്ട് ഇപ്പോൾ റിസൾട്ട് മെയ് മാസം 13-ന് പ്രസിദ്ധീകരിച്ചു. 10 ദിവസം, ഏതാണ്ട് 10 ദിവസം ആകാൻ പോകുന്നു. ഏതാണ്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ, അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് നിങ്ങളുടെ ഫൈനലി ഉള്ള നിങ്ങളുടെ 6 സെമസ്റ്ററും പാസ്സായ 2022 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിലേക്കോ നിങ്ങളുടെ സിസ്റ്റത്തിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. കാരണം കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല. നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ നൽകേണ്ടി വരും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞ്. ഇപ്പോൾ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാം? ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ടോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക? നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് പോർട്ടലുണ്ട്. അവിടെ പോയി നിങ്ങളുടെ അഡ്മിഷൻ ഇയർ വെച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വിവരങ്ങളൊക്കെ നൽകി ഓർഡിനറി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 to 6 months എടുക്കും. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ 5 to 6 months, 5-6 മാസവും തന്നെ നിങ്ങൾക്ക് എടുക്കും ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ. ബട്ട് എമർജൻസി ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേഗം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ പറയുകയാണ്, കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ, കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നിങ്ങൾ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുക കുറവാണ്, നിങ്ങൾക്ക് കുറച്ച് തുക അടച്ചാൽ മതി. ബട്ട് 5-6 മാസം തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തുക കൂടുതലാണ്, കുറച്ച് തുക അധികം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് പോർട്ടൽ സന്ദർശിച്ച ശേഷം നിങ്ങളുടെ അഡ്മിഷൻ ഇയർ പ്രകാരം നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ബാക്കിയുള്ള വിവരങ്ങൾ സഹിതം നിങ്ങൾ ഓർഡിനറി ആയിട്ടെങ്കിൽ ഓർഡിനറി ടിക്ക് ചെയ്യുക, എമർജൻസി ആയിട്ടെങ്കിൽ എമർജൻസി ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട ഫീസ്, ഓർഡിനറിക്ക് കുറഞ്ഞ ഫീസായിരിക്കും, എമർജൻസിക്ക് കൂടിയ ഫീസായിരിക്കും. ഓർഡിനറിക്ക് കുറഞ്ഞ ഫീസ്, എമർജൻസിക്ക് കൂടിയ ഫീസ്. ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 5 to 6 മാസം എടുക്കും. അപ്പോൾ നിങ്ങൾ ചെറിയ ഫീസ് അടച്ചാൽ മതിയാവും. ഇനി എമർജൻസി ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമായതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥിനികൾക്ക് ഇപ്പോൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാണുന്നവർ കൂടുതൽ പേരിലേക്ക് ഇതിനായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കാണാം. അതുവരേക്കും മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് Career for the Career Guide. Thanks for watching. Bye.